ഇസുദാ ഇവിടെ എണീറ്റിട്ട് അത് ഹെൽപ്പ് ചെയ്യുവാണ് ഐസുവിന് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് ടൈം കിട്ടിയതേ ഇല്ല പാക്ക് ചെയ്യാൻ. ഷാനു അങ്ങനെ പെട്ടെന്ന് ഇസു ഇരിക്കുന്ന ഇത് കണ്ടോ ബാക്കിൽ. ഇസുവിന്റെ പുതിയ ചെയർ കാണിക്ക്. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ? ഇന്നലെ ഷാനു ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് 2 പേർക്കുണ്ട്. ഇതിനകത്ത് സെയിം ചെയറാണ്. ഇത് ഐസുവിന് കൊടുത്തിട്ട് എന്തോ പറയും? ഹാപ്പി ബർത്ത്ഡേ പറയോ? What do you say? Happy birthday ഐസുന. Happy baby Achu. എന്നിട്ട് ഹഗ് ചെയ്ത് ഉമ്മ കൊടുക്കും. ഐസ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ട് നിന്ന ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. കിച്ചൺ സെറ്റ് അച്ചു കിച്ചണിൽ വയ്ക്കുന്ന സാധനം മറ്റേ ഇതുണ്ട് താഴെ കണ്ടില്ലേ, അതൊക്കെ വാങ്ങി. അപ്പോൾ അവള് അത് കെട്ടി സന്തോഷത്തിൽ ഇത് മറിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ഒരു ഓവനുള്ളതൊക്കെ വാങ്ങണമെന്നൊക്കെ പപ്പടുത്ത് പറഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? ഇന്ന് ഭയങ്കര ഹെവി ആട്ടോ. ഇതിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്. എനിക്കൊരു 10 രൂപ വരുമല്ലോ, 10 കൂടുതൽ വരുമായിരിക്കും അല്ലേ? 10-15 വുഡിൻ്റെ ആട്ടോ. ഞാനിത് അസംബിൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് ഐസുവിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ലേ? ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. ഇസു കൊടു, ഐസുവിന് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ കൊടു. ആ അത് ഓപ്പൺ ആക്ക്. ഓപ്പൺ. ഹെൽപ്പ് ചെയ്ത് തരണോ? കിടക്കുകയും ചെയ്യാ ഇരിക്കുകയും ചെയ്യാ. പെണ്ണിടാൻ സ്ഥലമെല്ലാം പറഞ്ഞോണ്ടായിരിക്കും പിന്നെ തറ കിടന്നോണ്ടിരിക്കും. സോഫ മടക്കി വെച്ചിട്ട് ഇരുന്നേ. ഇരിക്ക ഐസു, ഇരിക്ക ഫസ്റ്റ്. ആ ഇങ്ങോട്ട് ഇരിക്കേ. ഇങ്ങോട്ട് ഇരി. ആ ഇവിടെ ഇരുന്നേ. നോക്കട്ടെ. ഇരിക്കേ. നല്ലോണം ഇനി ടി വി ഒക്കെ ഇരുന്ന് കാണാല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ? പറ താങ്ക് യു. പറ പപ്പ താങ്ക് യു. പപ്പ താങ്ക് യു. മമ്മാക്കില്ലേ താങ്ക് യു? അടുത്ത ഗിഫ്റ്റ് അടുത്ത് നോക്കിയോ? ഇടി അതാ ഇടി അത് നീയല്ലോ ഓപ്പൺ ആക്കാനല്ലേ. അത് ഐസുവിനോട് ഓപ്പൺ ആക്കാൻ കൊടു. ഐസു ഹെൽപ്പാക്കി കൊടുത്തല്ലേ. ഇനി ഇന്ന് രാത്രി ഇത് വായിച്ചു കിടക്കണേ. സെയിം ബുക്ക്. നീ വാക്കിലൊക്കെ ഉണ്ടാക്കോ? ഇത് ഇഷ്ടപ്പെട്ട ഐസുവിനോട് ചോദിച്ചു സ്റ്റോറി ബുക്ക് വായിക്കാൻ. സെയിം സ്റ്റോറി ബുക്ക് ഇഷ്ടപ്പെട്ട അസിലയുടെ ബുക്കാ. കിട്ടി. എനിക്ക് അവൾ എക്സ്പ്ലോർ ചെയ്തിട്ട് കിട്ടി. അത് എന്തായിരിക്കും? ഇതിനകത്ത് ബുക്കുണ്ട്, ക്രയോണിന്റെ ബുക്കുണ്ട്. എന്തിത്താ? ഓപ്പൺ ഓപ്പൺ. ആച്ച ഹെൽപ്പ് ആക്കാച്ചോ. എത്ര ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് വയ്യ. എത്ര ഭംഗി. നോക്കട്ടെ എന്തൊക്കെയാ അതിനകത്തുള്ളേ. അല്ല അതിനകത്ത് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. അതെ ക്ലേ ഇങ്ങനെ വെച്ചിട്ട് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നേ അത്. ഇല്ല നമുക്ക് പയ്യെ ഇങ്ങനെ ഉണ്ടാക്കണം. ഇപ്പൊ എടുക്കണ്ട. കൂടെ ഇരുന്ന് പക്ഷെ ഒരു കാര്യം ക്ലേ എന്ന് പറയുന്നത് ഇതിനകത്ത് പാത്രമുണ്ട്. സെർവ് ചെയ്യാനുള്ള പാത്രവും സ്പൂണും. ഇതൊക്കെ പപ്പ കാണിക്കും. ഇസു നോക്ക് ദത്ത കാണിക്കുന്നേ.
അകത്തെടുത്തിട്ട് ഇത് അത് വെച്ചതാണോ ഇട്ടതാണോ ദാ ബനാന, ദാ ബനാന. ഇട്ടതായിരിക്കും. നമുക്കിനി അടുത്തത് അൺബോക്സ് ചെയ്യാം. ഐസു, ഐസു ഇനിയുണ്ട് ഗിഫ്റ്റ്. ദാ ഗിഫ്റ്റ് അത് ഓപ്പൺ ആക്കണം. ഇത് 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 ഓപ്പൺ ആക്ക്, ഇത് ഓപ്പൺ ആക്ക്. പിന്നെ എടുക്കാം. ഇപ്പൊ എല്ലാം ഒരുമിച്ച് ഉരുട്ടി ഇങ്ങ് എടുക്കാം. ടേബിളിന് മുകളിൽ ടേബിളിന് മുകളിൽ തുറക്കും. അത് തുറക്കും. ഇത് അൺബോക്സ് ചെയ്. എന്തായിരിക്കും ഐസു ഇത്? ഐസുമാരി എന്തായിരിക്കും? മുകളിലോട്ട് കേറ്. ഇങ്ങനെ കേറ്. ഇങ്ങനെ ഇങ്ങനെ കേറ്. What is this? ഇത് നോക്ക്, ഇത് നോക്ക്, കിച്ചൺ. ഇത് ഇവിടെ അങ്ങനത്തെ ഉണ്ടാക്കല് കുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇത് സെറ്റ് ചെയ്യണ്ടേ? ഓപ്പൺ ഹാപ്പി, ഓപ്പൺ. ഹെൽപ്പ് ഹെൽപ്പ് പപ്പ, ഹെൽപ്പ് പപ്പ, ഹെൽപ്പ്. ഇസു അങ്ങോട്ടോ, ഇസു കിച്ചൺ നോക്ക്. സിങ്ക്, അതൊക്കെ ബെഡ് വന്നാണ്. റൂം കാര്യങ്ങളൊക്കെ. ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഡ്യൂട്ടിയുടെ ഇടയിലൊന്ന്. ഇത് കാര്യമായി പഠിച്ച് ചെയ്യണം. ഇവിടെ പിzzയും ബർഗറൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന ഗ്രീന് ഓറഞ്ച് കളറില്. ഐസോ അത് എന്താ ഉണ്ടാക്കുന്നേ? ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് അടുത്തത് ഇത് നോക്കി, ഇതെന്ത് ചെയ്യുന്നേ? ഓ, സ്പൂണിൽ കവർ ചെയ്യുന്ന മക്കളെ. എന്ത് ചെയ്യുന്നേ? കൊറേ വെക്കണം പൊന്നെ, എങ്ങനെ ഇതാവുള്ളൂ. തോനെ വെക്കണം, അല്ലെങ്കിൽ ഇതിനെ എടുത്തിട്ട് ഇവിടെ വെച്ചു, ഇവിടെ വെച്ചു. ഇങ്ങനെ ആച്ചുതാ കേക്ക് ഇവിടെ ഐസിൻ്റെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്യാണ്. ഏതാ ഫ്ലേവർ? സ്ട്രോബെറി. ഐസുവിന് എഗ് അലർജി ആയതുകൊണ്ട് പിന്നെ പുറത്തെ സാധനങ്ങൾ നമ്മൾ പിള്ളേർക്ക് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടും ഇതാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ വിശ്വസിച്ചാലേ അച്ചു നല്ലപോലെ അവർക്ക് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ആച്ചു ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് കേക്ക് അല്ലേ? സെക്കൻഡ് കേക്ക് അല്ലേ? ഇന്നലെ ബേക്ക് ചെയ്തിട്ട് അച്ചോട്ടെ. ഐസിങ് മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. ബേസ് ഇന്നലെ ആക്കി വെച്ചു. അതെ, നമ്മൾ ഇതുവരെ ലൈഫിൽ ബേക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ജസ്റ്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ അത് ഈ പിള്ളേർക്ക് വേണ്ടി ഐസുവിന് വേണ്ടി മാത്രമാണ്. എനിക്കിത് നല്ല പണിയുള്ള ദിവസം കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇന്നത്തെ എൻ്റെ അവസ്ഥ. ഞാൻ ഇങ്ങോട്ട് വന്നത് ആക്ച്വലി 4:30 ആയി കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ ഐസുവിനെ പെട്ടെന്നൊരു ചെറിയ ഷവറൊക്കെ ചെയ്തു. ഇനി ഐസുവിനെ ഞാൻ ഈശു ഉറങ്ങാൻ പോവാണോ? ഉറങ്ങാൻ പോവാ. ഡ്യൂട്ടി കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റൂമും ഹോളും ഒക്കെ മെസ്സാക്കും. പിന്നെ അത് ഒന്നേന്ന് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് ഉറങ്ങാം. ഫോക്കിടാം. ഏത് ഫോക്കാ വേണ്ടേ? ഞാൻ എടുത്തു തരാം. നീ നോക്കണ്ട, ഇസു ഇതിൽ നോക്കണ്ട. ഇസുവിനെ നോക്കാൻ സംബന്ധിച്ച് എന്താ സംഭവിക്കുന്ന അറിയാവോ? ഭയങ്കര സെലക്ഷനാ. തൽക്കാലം ഇസുവിന് ഉമ്മ എടുത്തു. യെല്ലോ ഫോക്ക് ഇട്ടിട്ട് ഉറങ്ങാം. കേക്ക് കട്ടിങ്ങിന്റെ ടൈമിൽ മിക്കുവേണ പെട്ടെന്ന് ഇട്ടോ. കേക്ക് കട്ടിങ്ങിന് വേറെ ഇട്ട് തരും. യെല്ലോ ഈ സൂപ്പർ. യെല്ലോ സൂപ്പർ ആണേ. യെല്ലോ ബേക്കിൽ ബട്ടൺ ഇട്ട ബാക്കിൽ വീട്ടാക്കെ. ഇപ്പം ഇസുവിന് ഞാൻ ഒരു നാപ്പ് കൊടുക്കും. ഇപ്പം നാപ്പ് കൊടുത്തില്ലെങ്കിൽ ഇവള് കുറേ കൂടെ കളിച്ചിട്ട് പിന്നെ നാപ്പ് എടുക്കും. അപ്പം കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ ഇവളുടെ എല്ലാ മൂഡും മാറും. ഇസു വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു.
ഷാനു ഒന്ന് ഡെസ്കിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട്. ഷാൻ എണീറ്റ് താഴേക്ക് മെക്കെടുക്കാന്ന് പറഞ്ഞ് പോകാൻ നേരത്തെ ഇസ് വെള്ളം ഉണ്ടാക്കുന്നത്. കാരണം ഷീ നീഡ് സം ടൈം. നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേന് എനിക്കറിയാം അവൾക്ക്. ഈവൻ അത് നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെങ്കിലും ഓഫീസിലാണെങ്കിലും സെയിം ആണ്, അവൾക്ക് കുറച്ച് ടൈം വേണം. ഐസുവിന് പാല് കൊടുത്തിട്ട് വരാം, അവളെ ഒന്ന് ഉറക്കി സൈഡാക്കട്ടെ. അത് ഐസു ഉറങ്ങിയില്ല, ഈസു ഉറങ്ങിട്ടോ. ഐസുവിനെ കിടത്തില്ലേ, ഐസുവിനെ കിടത്തിയില്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് നിർബന്ധം എല്ലാം വരും. അപ്പോഴത്തേന് ഇപ്പം അവരൊന്ന് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേന് നല്ല ഫ്രഷ് ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ ബീഫ് ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ പാർട്ടി പരിപാടികളൊന്നും ഇല്ലല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെയ്ബേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. സോ അവർ വരും. പിന്നെ നമ്മൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യും, അതാണ് പരിപാടി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കട്ടെ. നല്ലൊരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആച്ചതെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദാച്ചു എല്ലാം കട്ട് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഓണിയൻ, ടൊമാറ്റോ ഞാൻ ഓൾറെഡി ഇട്ടു, മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലിയും അരിയൊക്കെ ഇതാ കഴുകി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ബിരിയാണി. ഞാനും അച്ചും കൂടെ ഒന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പരസ്യം എന്താ പോകാത്തെ? ഫസ്റ്റ് പോകാനായിരുന്നു പ്ലാന്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പോകാനായിട്ട് നിന്നപ്പം ഐസ് പറഞ്ഞ് പോലെ പ്ലീസ് നിങ്ങൾ പറഞ്ഞ. അല്ല, ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ടെങ്കിൽ ഐസുവിൻ്റെ ഏറ്റവും ഭയങ്കര ഹാപ്പി. എല്ലാവരും, അത് സത്യമല്ലേ, ഐസ് അങ്ങനെ ഐസുവിന് എല്ലാവരും ഉണ്ടെങ്കിലാണ് ഏറ്റവും ഭയങ്കര ഹാപ്പി. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രസൻറ്റ്. ഞാൻ രാവിലെ പറഞ്ഞ വീഡിയോയിൽ പ്രസൻസ് ഈസ് ദ ബെസ്റ്റ് പ്രസൻറ്റ് നമ്മളൊന്ന് ഐസുവിന് കൊടുക്കുന്നതാണ്. സത്യമല്ലേ, ഇന്ന് ഫുൾ ഹൗസ്ഫുൾ ആയിരുന്നു ഇവിടെ. ഉള്ളവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ബഷീർ മാത്രമല്ലായിരുന്നു, ബഷീറൊക്കെ ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ ബഷീർ ഇപ്പോൾ വരും കേട്ടോ. ഗീ മാത്രം മതി. ഗീ ഇല്ല കേട്ടോ, ഗീ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. അങ്ങനെ ഷാനു ഗീ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അച്ഛൻ ഇതിനകത്ത് ഉള്ളി ഇത് ചെയ്യണ്ടേ? ഈ ഉറങ്ങാൻ പോയ കൊച്ചിനെ കണ്ടോ? ഉറങ്ങാൻ പോയ കൊച്ചി ഉറങ്ങാൻ പോയല്ലേ? ബർത്ത്ഡേയുടെ വ്ലോഗ് വേണോ? എന്നാ തുടരുത്. അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഷാനുദ വന്നിട്ട് നമ്മുടെ എന്താണ് കിച്ചൺ സെറ്റിൽ എന്താ പറയുക, കോർണറോ, കിച്ചൺ കോർണറോ, ആ സാധനം എന്താ, കിച്ചൺ കോർണർ സെറ്റ് ചെയ്യുകയാണ്. ഇത് ശരിക്കും വുഡിൻ്റെ അല്ല, ഒറിജിനൽ എല്ലാം അതേ ഒറിജിനൽ പീസിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തോന്നുന്നു അല്ലേ? അത് നമുക്ക് ഓവനൊക്കെ കണ്ടോ. ഇത് പക്ഷേ മെനക്കേട് എല്ലാവരും സെറ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് കബോർഡൊക്കെ സെറ്റ് ചെയ്യില്ലേ, അതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. മെനക്കെട്ട പരിപാടിയാണ്. എന്തത് ഓവനോടെ ഇത് സൂപ്പർ എന്താ പറഞ്ഞേ? സൂപ്പർ സൂപ്പർ പാത്ര കളറ്. അയ്യോ എന്റെ പൊന്നേ, കിച്ച്. ഓ അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ? നമ്മളെ വയ്ക്കാം. ചൂടല്ലേ ഇവിടെയാണ്. ഐസു ഹാപ്പിയാണോ? ഐസു സൂപ്പറാണോ? നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ. വ്ലോഗ് എടുക്കാൻ പറ്റുന്ന കിച്ചണാണോ? നമ്മൾ കിച്ചന്റെ സിങ്കിലാട്ടോ വ്ലോഗ് എടുക്കുന്നേ. പറ. നമ്മുടെ കിച്ചൺ ഇത്
നമുക്ക് പാട്ട് ഉണ്ടാക്കണം. പെപ്പറും സോൾട്ടും പ്ലേറ്റ് ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല വെക്കാനുള്ളത്, വേറെ പ്ലേറ്റ്. അതുകൊണ്ട് ഇതൊക്കെയാണ് വെക്കാനുള്ളത്. അമ്മ കൊണ്ടുവരാ. കെറ്റിൽ അവിടെ വെക്കണം. എല്ലാം വർക്ക് എടുത്ത് വെച്ച് ഫിക്സ് ചെയ്ത് സാധനങ്ങളെ കൊണ്ട് ഇനി വേറെ സാധനം കൂടെ വെച്ചു. കുക്കർ നീടാച്ചു. അത് പാപ്പാക്ക് ഹഗ്ഗോട് ഞാൻ ആ പണ്ടൊക്കെ വരച്ച് കഴിഞ്ഞേ, finish. ഒരു ഹഗ് വന്നതാണ് കാലില്. ഇത് ഫ്രിഡ്ജിലെല്ലാം കണക്കൊന്നും വെക്കണ്ടല്ലോ. കുക്കറിൽ എന്താ കുക്ക് ചെയ്യുന്നത്? വേറെ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പ്ലേറ്റ് ഒക്കെ ഇവിടെ വെക്കാൻ കേട്ടോ. ഇവിടെ ഇതാണ് പ്ലേറ്റ് ഒക്കെ ഇവിടെ വെക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഇവിടെ തൂക്കിയിടാൻ ഇനി സ്ഥലമില്ല. ഇതിന്റെ അടപ്പ് ഞാൻ ആ തപ്പഴേ എന്തൊക്കെ വെച്ച് തേച്ചു. കണ്ടിട്ട് കളിക്കാൻ ഒന്നാ പ്ലേറ്റ് ഐസ് കിച്ചൺ ഉണ്ടാക്കി. ഇട്ടുണ്ടെന്ന് എന്റെ ഗിഫ്റ്റ് താത്തയ്ക്ക് ഒരെണ്ണം മനസ്സിലൂടെ വരാൻ പറ്റൂല. ഹാപ്പി ബർത്ത്ഡേ താത്തി. പാവ എന്താ ചീപ്പ് പാവ. സൂപ്പർ. ഞാൻ പൊട്ടെടുത്താ നമ്മളെ നോക്കിയ മൈക്രോവേവ്. അടപ്പ് അടച്ചു വേവട്ടെ അടച്ചു. ഇതിന്റെ അടപ്പ് അടച്ചു വെക്കും. ഇതിപ്പോ വേണ്ട. തുറന്ന അടിയിൽ ചിക്കൻ കറിയാ. ചിക്കന്റെ കാല് മീൻസ് ഇതെവിടെ? ഇത് ഓവനാണോ? അല്ല, ആരുടെ ഈസു ഹാപ്പി ബർത്ത്ഡേ? ആരുടെ? ഇറ്റ്സ് ഓക്കേ, ദാറ്റ്സ് ഫൈൻ. ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ഐസുനൊരു ഹഗ് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ടു യു. ഹാപ്പി ടു യു. നിക്ക് എപ്പോഴല്ല വെയിറ്റ് ഉമ്മി വാപ്പയ്ക്ക് വരട്ടെ. വെയിറ്റ് കുച്ചി പുള്ളി കിട്ടി എടുത്തോളൂ. സിസ്റ്റേഴ്സ് രണ്ടുപേരും വെരി ഗുഡ്. മിൻഹ ബാക്കി കേക്ക് പിടിക്ക്. ഐസ് എങ്ങനെ കേക്ക്? കേക്ക്
That's homemade cake. You can't eat. Oh, sorry. You can. ये फटा बना दिया बोलती Keep it. It's okay. Oh my god, spending hours serving every single person. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവരെന്തിനാ ഇത്രയും കേക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുന്നതെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറച്ച് വീടായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം ഞങ്ങൾ ഇതുവരെ ഇവർക്ക് ഷുഗർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം ഫസ്റ്റ് ടൈം ഹോം മെയ്ഡ് കേക്ക് ബർത്ത്ഡേസിലൊക്കെ കേക്ക് അലോ ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒരു പീസ് അങ്ങനെ. അപ്പോൾ ഇന്ന് മെയിൻലി വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ എൻജോയ് ചെയ്ത് അവർക്ക് വേണ്ട പോലെ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ ആക്ച്വലി ദേ ആർ എൻജോയിങ് അലോട്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം ഇസു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇസു വേറെ ഒന്നും പരിസരം ഒന്നും നോക്കുന്നില്ല. ഇസു അവിടെ നിന്ന് ആ കേക്കിന്റെ പകുതി കഴിക്കാനുള്ള ഒരു ടെൻഡർ എടുത്ത പോലെ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ നോക്കണ്ട. സാധനം പറയാ ഫുള്ള് പറ. ഫുള്ള് പറഞ്ഞില്ല. നീ ഈ സൈസും താത്തിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണേ. കിച്ചൺ രണ്ടിനും ഭയങ്കര ഇഷ്ടപ്പെട്ടതാ കളി എന്ന് പറഞ്ഞാൽ. അതിന് ശേഷം കിച്ചണിൽ ഒതുങ്ങിയിട്ടില്ല. ഡേ ഇതെന്താണ് നിങ്ങളുടെ കിച്ചൺ ഒരു ഓർഗനൈസ് അല്ലാത്ത സത്യം. ഇന്നൊരു ബാഡ് ഡിസിഷൻ എടുത്തു. അതായത് ബിരിയാണിക്ക് പപ്പടം ഉണ്ടാക്കിപ്പോയി. പപ്പടമാണ് ഈ തറയിൽ ഫുള്ള്. ഇത് കുറച്ചു മുന്നേ ഇത് കണ്ടോ ഫുള്ള് തറയിൽ ഫുള്ള് പിള്ളേരുള്ളപ്പോ പപ്പടം ഉണ്ടാക്കാൻ. ഇസു എങ്ങനെയുണ്ട് കിച്ചൺ? ഹൗസ് യുവർ കിച്ചൺ? ഹൗസ് ഐസൂസ് കിച്ചൺ? ഇസ് ഗുഡ്. ഇസു ഓവനകത്ത് എന്തൊക്കെയാ വെച്ചേക്കുന്നത്? എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ എന്റെ പൊന്നേതാ എന്തോ കുക്കാവാൻ വെച്ചേക്കുന്നത്. അതെന്താ ഇതാ? ഓക്കെ 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 ഓക്കെ. കോസ് കേക്ക് കട്ട് ചെയ്ത് മാത്രമേ ഓർമ്മയുള്ളൂ. പൂരപ്പറമ്പിൽ ആന കയറിയ അവസ്ഥയായിട്ടോ. ഫുള്ള് നോക്കിയേ ഞങ്ങളതിനെ ഫുഡ് കഴിക്കുക. പിന്നെ എല്ലാം ചിലപ്പോൾ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനും ലാസ്റ്റ് ഞാനും ബഷീറ നമ്മളെല്ലാവരും ഫുഡ്. എങ്ങനെയുണ്ട് ബഷീറ ബിരിയാണി? നല്ല ബിരിയാണി കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് എന്താ കഴിക്കുന്നു. ഇസു ചിക്കൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, ഇത് കഴിക്കുന്നില്ല, ബിരിയാണി കഴിക്കുന്നില്ല. എല്ലാവരും പിള്ളേരൊക്കെ കളിക്കുന്നത്. വീട് കണ്ടോ ഒരു കോലായി. പൂരപ്പറമ്പിൽ ആനയായി. ഇച്ചിരി മുന്നേ ക്ലീൻ ആക്കിയത്. താങ്ക് യു പറഞ്ഞോ? താത്തിയെടുത്ത് താങ്ക് യു പറഞ്ഞു. ഇസു താങ്ക് യു പറഞ്ഞോ? കഴിച്ചിട്ട് വാ. കാണണം. ഇസു താത്തിക്ക് താങ്ക് യു പറഞ്ഞോ? നീ താത്തിന്ന് താങ്ക് യു പറഞ്ഞോ? ഡോക്ടറാണോ? ഡോക്ടർ സ്റ്റെതസ്കോപ്പ് എവിടെ?
Ida. ഹായ് ഇസ. Here. ഹായ് ഐസു. ആണോ ഐസു? മമ്മാക്കൊരു കോഫി ഇട്ട് തരുമോ? ഒരു കോഫി. എന്താ കുക്ക് ചെയ്യുന്നേ ഐസു? കോഫി തരുമോ? എവിടെ കോഫി? ആ കെറ്റില്. മമ്മക്കൊരു കോഫി. പപ്പാക്ക് എന്താ വേണ്ടേ പപ്പ? Ida. 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 Mommy. Ida. Ida. അയ്യോ തവിയിലാണോ കോഫി? എനിക്ക് Ida. അതാ കൂട്ട്. എങ്ങനെയുണ്ടായിരുന്നു ഐസുവിന്റെ ബർത്ത്ഡേ ഐസു? Easy. സൂപ്പർ ആയിരുന്നോ? വാട്ട്സ് ദിസ്? അങ്ങനെ ദാ രാത്രി 12 മണിയാവാൻ പോകുന്നു. ഐസുവിന് 3 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അത് ഐസിന്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര സ്പെഷ്യൽ ഒന്നല്ല, ഡേ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഭയങ്കര ഒരുപാട് പാർട്ടിയും പരിപാടികളൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഐസു എന്ന് പറയുക. സോ ഐ തിങ്ക് ഷീൽ ബി ഹാപ്പി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.